ബഹുമാനപ്പെട്ട ശ്രീ മമ്മിക്കുട്ടി, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സാർ, ബഹുമാന്യനായ ബാലഗോപാലൻ മിനിസ്റ്റർ അവതരിപ്പിച്ച ഉപധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കാം. ഈ കേരളത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വികസനത്തിനും മുന്നേറ്റത്തിനും നവകേരള സൃഷ്ടിക്കും സഹായകരമായ വിധത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വകുപ്പുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടും പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെയും അതുപോലെ തന്നെ നിരാലംബരായ ആളുകളെയും സർക്കാർ ആശുപത്രികളെ അഭയകേന്ദ്രമായി കാണുന്ന ആയിരക്കണക്കായ രോഗികളെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെയും പരമ്പരാഗത ആധുനിക വ്യവസായങ്ങളിലെ തൊഴിലാളികളെയും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി റോഡുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും അതെല്ലാം തന്നെ ഇവിടെ പൂർത്തിയാക്കി മുന്നോട്ട് പോകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ധനമാർഗം കണ്ടെത്തണം. ആ ധനാഗമ മാർഗങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉപധനാഭ്യർത്ഥനകളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രതിപക്ഷക്കാർ അവരുടെ ജോലി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും, അതിന് അത്ഭുതമൊന്നുമില്ലല്ലോ. അവരുടെ ചർച്ചയൊക്കെ കേൾക്കുമ്പോൾ ഈ കേരളം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് എന്നാണ് തോന്നുക. ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഭരണഘടനാ പ്രകാരം നിലനിന്ന് പോകുന്ന ഒരു സംസ്ഥാനമല്ലേ. യൂണിയൻ സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. ആ യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിലപാടുകൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും മുന്നേറ്റത്തിനും തിരിച്ചടിക്കും കാരണമാകുമെന്ന് അറിയാത്തവരല്ലല്ലോ ഇവർ. ഇപ്പോൾ 8 കൊല്ലക്കാലമായി ഇടതുപക്ഷം അധികാരത്തിലാണ് നടത്തുക. അതിൻ്റെ ഒരു പ്രയാസം അവർക്കുണ്ടാവും. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വിജയിച്ചു പോയ ഈ മലയാളികളായ കേരളക്കാരായ ഈ പാർലമെൻറ്റ് മെമ്പർമാരുടെ നിലപാട്, മാനസികാവസ്ഥ, അവർ മലയാളികളല്ലേ, കേരളക്കാരല്ലേ. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് അതിനെ പ്രയാസപ്പെടുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ്. നമ്മൾക്ക് അർഹതപ്പെട്ട പദ്ധതി വിഹിതം, ഫണ്ട് വിഹിതം, നികുതി വിഹിതം ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനാനുസൃതമായി തരേണ്ട കാര്യങ്ങൾ തരാതെ വരുമ്പോൾ അരുത് എന്ന് പറയണ്ടേ, പറ്റില്ല എന്ന് പറയണ്ടേ, സമ്മതിക്കില്ല എന്ന് പറയണ്ടേ? ആരെങ്കിലും ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടോ? നമുക്ക് പറ്റിയ ഈ എന്താ പറയുക, ഈ ഒരു അവസ്ഥക്ക് കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലും UDFൻ്റെ ഭാഗത്തു നിന്നുള്ള ബഹുമാന്യരായ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു പോയി എന്നത് അവരുടെ ഭാഗത്ത് ന്യായീകരിക്കപ്പെടുമ്പോഴും അത് ഈ പൊതുവായ ഈ കേരളത്തിൻ്റെ മുന്നേറ്റത്തിനും വികസനത്തിനും തടസ്സമായി എന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം കിട്ടുക എന്നർത്ഥം. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് പറഞ്ഞു, പെൻഷൻ കിട്ടുമെന്ന് കണക്കാക്കിയ ആളുകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഭരണകാലത്ത് ആരും കാത്തിരുന്നിട്ട് കാര്യമില്ല. അത് കിട്ടൂല എന്ന് അവർ തീരുമാനിച്ചിരുന്നു. മനസ്സിലായില്ലേ? ഇടതുപക്ഷക്കാർ വന്നാൽ അത് കിട്ടുമെന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നില്ലേ? ഞാൻ കഴിഞ്ഞ UDFൻ്റെ കാലത്ത് ബഹുമാന്യനായ മുനീർ സാഹിബും അതുപോലെ തന്നെ അന്നത്തെ അബ്ദുൽ റബ്ബും അസംബ്ലിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. സാമൂഹ്യക്ഷേമ പെൻഷൻ ഫണ്ടിൻ്റെ അപര്യാപ്തതയുണ്ടെന്ന് മന്ത്രി മുനീർ അദ്ദേഹം പറയുന്നു. ഫണ്ടിൻ്റെ അപര്യാപ്തം മൂലം സാമൂഹ്യക്ഷേമ പെൻഷനുകൾ യഥാസമയം വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് മന്ത്രി MK മുനീർ. സാമൂഹ്യ പെൻഷനുകളിൽ വികലാംഗ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ, വികലാംഗ പെൻഷൻ 3 മാസത്തെയും വിധവാ പെൻഷൻ 4 മാസത്തെയും ദേശീയ വാർദ്ധക്യകാല പെൻഷൻ 6 മാസത്തെയും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ 3 മാസത്തെയും കുടിശ്ശികയാണ്. മനസ്സിലായില്ലേ? കുടിശ്ശികയുടെ കാര്യം പറഞ്ഞ ഒറ്റ മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഇല്ല. എന്നാലും നമ്മൾ പറഞ്ഞ പ്രസംഗത്തിൻ്റെ രേഖകൾ വായിച്ചു നോക്കി അവർക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുന്നു. ജയിച്ചു വന്ന കുട്ടികൾക്ക് ആവശ്യമായ സീറ്റുകളുടെ ബഹുമാനപ്പെട്ട അങ്ങയുടെ പറഞ്ഞു, ഞങ്ങൾ 2-3 തവണ ഈ പെൻഷന്റെ ഇഷ്യൂടെ പറഞ്ഞാണ്. കഴിഞ്ഞ ബില്ലിലും സംസാരിച്ചതാണ്. പോയിന്റ് ഓഫ് ഓർഡർ അത് വസ്തുതാവിരുദ്ധമായ 307 വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങളുടെ പാർട്ടിക്കും
ഞങ്ങൾക്ക് അപകീർത്തികരമാണ്. അല്ല, അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ അദ്ദേഹം? അല്ലല്ലല്ല, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. അദ്ദേഹം പറഞ്ഞത് എന്താ, ഞങ്ങളുടെ കാലത്ത് കൊടുക്കില്ലായിരുന്നു, അതുകൊണ്ട് ആരും ചോദിക്കില്ലെന്നാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 മാസം മാത്രമായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത് എന്നത് നിയമസഭയിൽ പറയുന്ന ഒരു കാര്യമാണത്. അതിന് പോയിന്റ് ഓഫ് ഓർഡർ ഒന്നുമില്ല. ഞാനൊരു കാര്യം പറയാം. അതുപോലെ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾ പാസ്സായി വരുന്നു, നന്നായി റിസൾട്ട് ഉണ്ടാകുന്നു, അവർക്ക് ആവശ്യമായ സീറ്റുകളില്ലെങ്കിൽ സീറ്റുകൾ ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലേ? അർഹതപ്പെട്ട ഒറ്റ കുട്ടിക്കും സീറ്റ് കിട്ടാതെ പുറത്തു പോകേണ്ടി വരില്ല എന്ന് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലേ? ഞാൻ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ വലിയ വക്താക്കളായി മാറുന്ന നിങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാനാണ് ഈ അബ്ദുൾ റബ്ബിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 2532 ലാഭകരമല്ലാത്ത സ്കൂളുകൾ കണ്ടെത്തിയെന്ന്. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ലാഭമാണോ? കൊപ്പര കച്ചവടമാണോ? മറ്റ് കച്ചവടങ്ങളാണോ? സേവനവുമായി ബന്ധപ്പെട്ട മേഖലയല്ലേ? അവർ ഗവൺമെന്റിന് വേണ്ടി മന്ത്രി പറയാണ് 2332 വിദ്യാലയങ്ങൾ ലാഭകരമല്ല എന്ന് കണ്ടെത്തി എന്ന് പറയുന്ന ആളുകളാണിപ്പോൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വലിയ വക്താക്കളായി മാറി കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ കാര്യം പറയുന്നത്. കിട്ടാത്ത ഒറ്റ കുട്ടികളുണ്ടാവില്ല, എല്ലാ കുട്ടികൾക്കും സീറ്റ് കിട്ടും. അതിനോട് ബന്ധപ്പെട്ടതിൻ്റെ ഒരു കാര്യം പറയാണ്. ഇപ്പോൾ SFIയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അവനാൻ്റെ കാര്യം പറഞ്ഞ് പോകാം. പക്ഷേ ജനാധിപത്യത്തിൽ സഹിഷ്ണുത പ്രധാനമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന ആണിക്കല്ല് സഹിഷ്ണുതയാണ്. തങ്ങളെ അനുകൂലിക്കുന്നവരോടുള്ള സഹിഷ്ണുതയല്ല, തങ്ങളെ എതിർക്കുന്നവരോടുള്ള സഹിഷ്ണുതയാണ് പരമപ്രധാനം എന്ന് പഠിപ്പിച്ച ആളാണ് നെഹ്റു അല്ലേ? പറയാനുള്ള കാര്യങ്ങൾ എന്തും പറഞ്ഞങ്ങോട്ട് പോവുക, പിന്നെ അത് കേൾക്കേണ്ട ബാധ്യതയില്ലല്ലോ എന്നാണ്. 35ഓളം വരുന്ന ഉശരന്മാരായ ചെറുപ്പക്കാരായ കുട്ടികളെ ഈ കേരളത്തിൻ്റെ കലാലയങ്ങളിൽ വെച്ച് കുത്തിക്കൊന്ന ആളുകളുടെ വക്താക്കളാണ് ഇവിടെ SFI മോശമാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള തെളിവ് സഹിതം ഇവിടെ ചില പരാമർശിക്കപ്പെടുന്നു. 35 സഖാക്കളാണ്, ധീരജ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലേ? അധ്യാപകനെ വിദ്യാലയത്തിൽ വെച്ച് ചവിട്ടിക്കൊന്ന ആളുകളാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അധ്യാപക പ്രസ്ഥാനത്തെ സംബന്ധിച്ചും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഇവിടെ പോകുന്നത് അല്ലേ? അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ബഹുമാന്യനായ നമ്മുടെ ഉബൈദ് സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തേതോ പ്രകടനത്തിൽ പീഡിപ്പിക്കാതെ കൊടി കണ്ടു എന്നില്ലേ? അതിൻ്റെ കൂടെ പച്ച നിറത്തിലുള്ള INLA കൊടി ഉണ്ടായിരുന്നു. ബഹുമാന്യനായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിലെ സ്വന്തം പാർട്ടിയുടെ കൊടി അഴിച്ച് കക്ഷത്ത് വെച്ചിട്ട് ആ കൊടി പോലും പണയപ്പെടുത്തിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ കൊടി സംരക്ഷിക്കുന്നതിനുള്ള അഭിമാന ബോധം അല്ലേ? അവനവൻ്റെ പാർട്ടിയുടെ കൊടിയെങ്കിലും സംരക്ഷിക്കണമെന്നൊരു അഭിമാനബോധമില്ലാതെ ഈ രാജ്യത്ത് 10 വോട്ടിന് വേണ്ടി കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ RSSകാരെ തൃപ്തിപ്പെടുത്താനോ ആർക്ക് വേണ്ടിയാ മുസ്ലിം ലീഗിന്റെ പതാക അഴിച്ച് കക്ഷത്ത് വെച്ചുകൊണ്ട് ഒളിച്ചോടിയ ആളുകൾ ഇവിടെ ഏതോ ഒരു കൊടി കൊണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ആ കൊടിയുടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കൊടിയെ സംരക്ഷിക്കാനുള്ള നിലപാട് പറയണ്ടേ? അവരുടെയൊക്കെ തന്നെ പിന്തുണയോടുകൂടി ഇവിടെ പറഞ്ഞു ബഹുമാന്യനായ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തോടെല്ലാം ബഹുമാനമുണ്ട്. അവരുടെ ഭാഗമായിട്ട് 2 സീറ്റ് കിട്ടിയെന്നില്ലേ? UP സംസ്ഥാനത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ജയിച്ചു വന്നത് അവിടുത്തെ SP എന്ന് പറയുന്ന മുലായം സിംഗിന്റെയും മറ്റ് പ്രസ്ഥാനക്കാരുടെയും പിന്തുണ ഇല്ലായിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധി UPയിൽ ഇപ്രാവശ്യം ജയിക്കുമായിരുന്നില്ല. എന്നിട്ട് കോൺഗ്രസിന്റെ എല്ലാ ശക്തി കൊണ്ട് ആവട്ടെ അവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ടാവാം, തമിഴ്നാട്ടിൽ കിട്ടിയിട്ടുണ്ടാവാം, ഞങ്ങളുടെ വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, രാജസ്ഥാനിൽ അങ്ങനെ തന്നെയല്ലേ? ഇപ്പോഴും പണ്ടാരോ പറഞ്ഞ മാതിരി എൻ്റെ ഉപ്പാപ്പാക്ക് ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വർഗീയതയെ എതിർക്കാൻ, തീവ്രവാദത്തെ എതിർക്കാൻ, മതരാഷ്ട്രവാദക്കാരെ എതിർക്കാൻ ആവശ്യമായുള്ള ഒരു നിലപാട് സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവനയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ ദിവസം. CPM ആണത്, ഇടതുപക്ഷമാണത്. പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ചർച്ച നടത്തും, പാർട്ടിക്കകത്ത് ചർച്ച നടത്തും, തെറ്റുകൾ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കും, തിരുത്താൻ ആവശ്യപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്യമായി പാർട്ടി കമ്മിറ്റികളിൽ പറയാൻ ധൈര്യം കാണിക്കുന്ന പ്രസ്ഥാനം ഏതാ? ലീഗിന് കഴിയോ? അതുകൊണ്ട് അഴിമതി നടത്തിയിരുന്നതല്ല, അത്തരം ആളുകൾക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് പാർട്ടി കമ്മിറ്റിയിൽ ഉച്ചൈസ്തരം പറയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്നുള്ളത് കൊണ്ടാണ് അത് പറയാൻ കഴിയുന്നത്. നിങ്ങൾക്കത് പറയാൻ കഴിയില്ല, നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. എന്നിട്ട് ആ പറയാൻ കഴിയാത്തതിൻ്റെ ഒരു വേവലാതി മറ്റ് പ്രസ്ഥാനങ്ങൾ പറയുന്നത് കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. പിന്നെ മറ്റൊന്ന്, ഇവിടെ പെൻഷനും കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിയാത്തത് ദൂർത്തുകൊണ്ടാണെന്ന് പറയുന്നു.
ധൂർത്താണ് അല്ലേ? എന്താ ധൂർത്ത്? ധൂർത്തിൻ്റെ കണക്ക് ഇവിടെ ഉണ്ട്. വേണമെങ്കിലേ UDF-കാർക്ക് തരാം. അവരുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ്, അതുപോലെ തന്നെ അവർ നടത്തിയ വിദേശ യാത്രകൾ ഞാൻ വാദിക്കണോ? അന്നത്തെ 21 മന്ത്രിമാർ, ബഹുമാന്യരായ 1-2 മന്ത്രിമാർ മാത്രം അതിൽ വളരെ പിന്നിലായിരുന്നു. ഈ ധൂർത്ത് നടത്തുന്ന ആളുകൾ, നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരുടെ കാര്യം എന്ന് പറയൂ. ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അത് വെച്ചുകൊണ്ട് ധൂർത്താണ്. ആ നവകേരള സദസ്സ് ധൂർത്താന്നാണ് പറഞ്ഞത് അല്ലേ? ആ നവകേരള സദസ്സ് നടത്തി, ശരിയാണ്. അതിൻ്റെ പേരിൽ എത്ര പൈസ സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്നുണ്ട്? ബഹുമാന്യനായ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് എന്താ പറയുക, ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ പരിപാടി സംഘടിപ്പിച്ച്, ഞങ്ങൾ അതിനെ ആക്ഷേപിക്കാനല്ല, രാവും പകലുമില്ലാതെ ജനങ്ങളെ അങ്ങോട്ട് സംഘടിപ്പിച്ചില്ലേ? അതിന് എത്ര പൈസ ചെലവാക്കിയത്? എത്ര അപേക്ഷകൾ കൊടുത്തു? വില്ലേജ് ഓഫീസർ പാസ്സാക്കി കൊടുക്കേണ്ട ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടേക്കും അല്ലെങ്കിൽ കണ്ണൂരിലേക്കും കോഴിക്കോട്ടേക്കും 3000 രൂപയും 4000 രൂപയും കാറിന് ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ ആളുകളെ കൊണ്ടായില്ലേ? അപ്പോൾ അതുകൊണ്ട് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായ സമയത്ത് നടത്തിയ നിങ്ങളുടെ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്ര കാശ് നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്? ഈ കേരളത്തിലെ 21 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ നടത്തിയ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് എത്ര പൈസ ചെലവഴിച്ചു എന്നത് പരിശോധിച്ചാൽ കിട്ടൂലേ? എന്നിട്ട് ധൂർത്തിൻ്റെ കാര്യം പറയാം, ധിക്കാരത്തിൻ്റെ കാര്യം പറയാം. ആ ധൂർത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും കാര്യം പറഞ്ഞാലൊന്നും ഈ കേരളീയ ജനങ്ങൾ ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു മുന്നേറ്റമുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അതിൻ്റെ കുറവുകൾ ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ പരിഹരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. ആ ഏർപ്പാടുകൾ ചെയ്യാൻ, അതിൻ്റെ കാര്യങ്ങൾ ചർച്ച നടത്താൻ വേണ്ടി തുടങ്ങിയാൽ ചർച്ച നടത്താനേ പാടില്ല എന്നാണ്. അത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചർച്ച നടത്തിക്കോളും. മുന്നണിയുടെ കാര്യം ഞങ്ങൾ അങ്ങനെ ചർച്ച നടത്തോളും. നിങ്ങളുടെ മുന്നിൽപ്പെട്ട കോൺഗ്രസും നിങ്ങളും ചേർന്ന മുന്നണിയിലാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പതാക കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ മുന്നണി രാഷ്ട്രീയവും ആ മുന്നണി ബന്ധവും അതിൻ്റെ മുന്നണി ഐക്യവും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, കൂരിരുട്ടത്ത് അന്ധനായ ഒരാള് തപ്പുന്ന രീതിയിലാണ് ഇവർ ഈ നിലപാട് സ്വീകരിക്കുന്നത്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിന് എതിരായി ശക്തമായ ഒരു വാക്ക്, ഒരു പദപ്രയോഗം ഈ കേരളത്തിൽ ജയിച്ചു പോയ പാർലമെന്റ് മെമ്പർമാർ ഈ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ദുര്യോഗം ഉണ്ടാകുന്നില്ല. നികുതി വർധനവ് കൂട്ടി, നികുതി പിരിവ് കൂട്ടി, അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള വരുമാന മാർഗങ്ങൾ കൂട്ടിയിട്ടുണ്ട്. എന്നാലും കേന്ദ്ര വിഹിതം നമുക്ക് ലഭിക്കണ്ടേ? 57,400 80,000 ആ പണം കിട്ടുന്നതിനനുസരിച്ച് കൊണ്ട് ഇവിടെ കൃഷിക്കാരൻ്റെ നെല്ലിൻ്റെ